എങ്ങനെയാണ് ഞാൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ 259ാമത്തെ റാങ്കിലേക്ക് എത്തിയത്? 2019 നടന്ന പരീക്ഷയുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. കാര്യമായ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ എഴുതിയ പരീക്ഷയാണ്, അതുകൊണ്ടാണ് റാങ്ക് ഒരു താഴേക്കായത്. പക്ഷേ പരീക്ഷയ്ക്ക് ശേഷം ഞാൻ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചു. കാര്യം നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതെന്നുള്ളതിനെ ടോപ്പേഴ്സുമായി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻ്റായിട്ട് വളരെ നല്ല റാങ്കിൽ ജോലിയിൽ പ്രവേശിച്ച എൻ്റെ സുഹൃത്താണ് അർഷ. അപ്പോൾ അർഷയുമായി ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു, പല ടോപ്പേഴ്സുമായിട്ട് ചർച്ച ചെയ്തു, പേപ്പറുകൾ റിസർച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ ഇനി ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ നിങ്ങളെ ഉന്നത റാങ്കിലേക്ക് എത്തിക്കാനുള്ള സ്ട്രാറ്റജി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള അസിസ്റ്റൻറ്റ് ജോലികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷ. എന്തെന്ന് വെച്ചാൽ അതിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ കമ്പോണൻറ്റ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ എല്ലാവരും കാണിക്കാൻ പോകുന്ന അബദ്ധം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ആ അബദ്ധങ്ങൾ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാൾ റാങ്ക് ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും. എഗെയിൻ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ പെയ്ഡ് ബാച്ച് ഞാൻ റൺ ചെയ്യുന്നില്ല. ഈ ഫ്രീ വീഡിയോസ് യൂട്യൂബ് വഴി നിങ്ങൾക്ക് തരാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഡിഗ്രി ലെവലിൻ്റെ ലോങ് ടൈം ബാച്ച്, എൻ്റെ ഏറ്റവും ഡ്രീം ബാച്ചസിലൊന്നാണ്, അത് ആരംഭിക്കാൻ പോവുകയാണ് മെയ് 15-ന്. അതിനോടൊപ്പം LDC പരീക്ഷയിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം LDC 2024 പരീക്ഷയുടെ ഭാഗമായിട്ട് ടെസ്റ്റ് സീരീസുകളും ഫുൾ കോഴ്സസും ഒക്കെ ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇപ്പം ഡിഗ്രി ലെവൽ LDC കോഴ്സുകളിലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെയും കൂടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ യൂട്യൂബ് വഴി ഇതിൻ്റെ സ്ട്രാറ്റജി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ LDC ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഏറ്റവും മികച്ച ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. സോ ഈ വീഡിയോ 2 ഘട്ടമായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഒബ്ജക്റ്റീവ് പേപ്പർ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ നമുക്ക് ഒബ്ജക്റ്റീവ് പേപ്പറിൻ്റെ സ്ട്രാറ്റജി ചർച്ച ചെയ്യാം. നമുക്കറിയാം 100 മാർക്കിന് 75 മിനിറ്റ് കൊണ്ടാണ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് 50 മാർക്കാണ്, GK ടോപ്പിക്സ് വെറും 40 മാർക്കിന് മാത്രമേ വരുന്നുള്ളൂ. മാത്സ് ആൻഡ് റീസണിങ് 10 മാർക്കാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പേപ്പറിന് മിനിമം കട്ട് ഓഫ് മാർക്ക് എനിക്കൊന്ന് 40 മാർക്കാന്ന് തോന്നുന്നു അല്ലേ. മിനിമം കട്ട് ഓഫ് മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. അതിനുശേഷമാണ് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്നത് പോലും. സോ ഒബ്ജക്റ്റീവ് പേപ്പർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഡേഞ്ചറസ് സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ റിസ്ക് എടുക്കാൻ മടിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒബ്ജക്റ്റീവ് പേപ്പറിൽ നെഗറ്റീവ് മാർക്ക് 1/4 ആണ്. സാധാരണ പരീക്ഷയിൽ 1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഇവിടെ നെഗറ്റീവ് മാർക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സോ അത്തരത്തിൽ മാക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് മാക്സിമൈസേഷൻ അവിടെ നടക്കും. എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ഒക്കെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. ഇവിടുത്തെ മറ്റൊരു പ്രശ്നം ഈഗോയാണ്. കാര്യം മാത്സ് ആൻഡ് റീസണിങ്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് തോന്നും. അങ്ങനെ ആ ചോദ്യം ചെയ്ത് നമ്മുടെ ഫുൾ സമയം നമ്മൾ മാത്സ് ആൻഡ് റീസണിങ്ങിൽ കളയും. പക്ഷേ ഇംഗ്ലീഷ് 50 മാർക്കിന് ഇംഗ്ലീഷിനും 40 മാർക്കിന് GKയ്ക്കും നമ്മൾ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. 10 മാർക്കിൻ്റെ മാത്സും റീസണിങ്ങും ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മളവിടെ ട്രാപ്പായി ചോദ്യത്തിന് ഉത്തരം കിട്ടിയടങ്ങുമെന്നുള്ള വാശികൾ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് അവർ ചോദ്യങ്ങൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സമയം കളയാതിരിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി എപ്പോഴും ഇംഗ്ലീഷ് GK സബ്ജക്റ്റുകൾ കൊടുക്കുക. നിങ്ങൾ മാത്സിൽ അടിപൊളിയാണെങ്കിൽ അത് കുത്തിയിരുന്നതിൻ്റെ ആൻസർ കണ്ടെത്താം. പക്ഷേ നിങ്ങളുടെ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള മാത്സ് ചോദ്യങ്ങൾക്ക് പുറകെ പോയി വിലപ്പെട്ട സമയം പാഴാക്കരുത്. രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. ഇതാണ് ഗെയിം ചേഞ്ചർ. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ പൊതുവെ PSC അല്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ പരിശീലിക്കുന്നൊരു പേപ്പറല്ല. അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ തുറപ്പിച്ചിട്ടിരിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നിങ്ങൾ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഴുതുന്നതിന് അവിടെ മാർക്ക് കിട്ടും. ആക്ച്വലി ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഇവിടുത്തെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞപ്പോഴും സ്റ്റുഡൻസ് പറഞ്ഞൊരു കാര്യമാണ്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എഴുതി തീർക്കാൻ സമയം കിട്ടിയില്ല. പക്ഷേ എഴുതി തീർത്ത ആൾക്കാരൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. സോ അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്യും. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം? ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ പ്രിസേ റൈറ്റിംഗ് ആണ് അല്ലേ. ഇപ്പം വലിയൊരു പാരഗ്രാഫ് വരും, അത് നമ്മൾ ചുരുക്കി അവതരിപ്പിക്കണം, അല്ലെങ്കിൽ 1/3 ആക്കണം. ഒരു 25 സെൻറ്റൻസിൻ്റെ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ നിങ്ങളത് ചുരുക്കുമ്പം 5 സെൻറ്റൻസേ കാണാൻ പാടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാക്സിമം ഒരു 6 അല്ലെങ്കിൽ 7 സെൻറ്റൻസ്. കാര്യം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും മാക്സിമം മാർക്കാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരു വലിയൊരു പാരഗ്രാഫ്. അത് അതേ രീതിയിൽ കോപ്പി ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് സമയമെടുക്കും. പക്ഷെ അത് ചുരുക്കി എഴുതണമെങ്കിൽ നമുക്ക് സമയം എത്ര ലാഭിക്കാം. പല ആൾക്കാരുടെയും പേടി, അയ്യോ ഞാൻ പ്രിസ എഴുതുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നോ, അളവ് കുറഞ്ഞു പോയാൽ മാർക്ക് കുറയുമോ? അങ്ങനല്ല, അളവ് കുറയും തോറും നമ്മുടെ മാർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ആ വലിയ പാരഗ്രാഫിൻ്റെ കംപ്ലീറ്റ് ഐഡിയ നമുക്ക് സംക്ഷിപ്തമായി ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീണിരിക്കും. ഇവിടെ എല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. പ്രിസയ്ക്ക് ആരും ടൈറ്റിൽ കൊടുക്കില്ല. സോ ടൈറ്റിൽ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. അതിന് അവിടെ മാർക്ക് വീഴാനുള്ള സാധ്യത വളരെ അധികമാണ്. കൃത്യമായിട്ടുള്ള പ്രാക്ടീസും ടൈം മാനേജ്മെൻറ്റുമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടത്. മറ്റൊരു കാര്യം ലെറ്റർ റൈറ്റിംഗ് ആണ്. കൃത്യമായ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ തന്നെ ലെറ്റർ റൈറ്റിങ്ങിന് കുറച്ച് മാർക്ക് നിങ്ങൾക്ക് അവിടെ വീഴും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, GK ചോദ്യങ്ങളെ പോലെ ഫാക്റ്റുകൾ ഓർത്തെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടുന്ന എക്സസൈസ് ആണോ ഇതൊക്കെ? അല്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ബേസിക് സ്കില്ലുമാണ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. ഒരു മാത്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് അത്ര ബുദ്ധിമുട്ടില്ല ഒരു ലെറ്റർ എഴുതാനായിട്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, ഗ്രാമർ ഇറർ ഇല്ലാതെ, നിങ്ങളിങ്ങനെ ഭയങ്കരമായ ഡയലോഗുകൾ ചെയ്ത് ഗ്രാമാറ്റിക്കൽ ഇററും സ്പെല്ലിംഗ് മിസ്റ്റേക്സും വരുത്താതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അറിഞ്ഞുകൂടാതെ ജാഗ്രൻസ്, നമുക്ക് അറിഞ്ഞുകൂടാതെ വൊക്കാബുലറി, നിങ്ങളുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും ഇവിടെ നടത്തരുത്. ഒരു സേഫ് സൈഡിൽ നിന്നുകൊണ്ട് ഇത് പ്ലേ ചെയ്യുക. ലെറ്ററിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റർ റൈറ്റിംഗ് ഈ പരീക്ഷയിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏരിയ ആയിട്ട് നിങ്ങൾക്ക് മാറും. മറ്റൊന്ന് കോംപ്രഹെൻഷനാണ്. കോംപ്രഹെൻഷൻ അറിയാം, പാരഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. അത് റിലേറ്റീവ്ലി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എസ്സേയുടെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കുറച്ച് GK ഉപയോഗിക്കേണ്ടി വരും. മാത്രമല്ല എസ്സേക്ക് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഫോളോ ചെയ്യുക. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു ബോഡി ഉണ്ടായിരിക്കണം, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഇവിടെയും നിങ്ങൾ ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്. കഴിയുമെങ്കിൽ സബ് ഹെഡിങ്സും കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എസ്സേ യുണീക്ക് ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഒരു 10 ചോദ്യപേപ്പർ ഉത്തരക്കടലാസുകൾ ചോദ്യകർത്താവ് കാണുമ്പം നമ്മുടെ ആൻസേഴ്സിനകത്ത് ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു യുണീക്നെസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ മാർക്ക് വീഴും. ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സിൽ യുണീക്ക് ആവുക എന്നുള്ളതാണ് മാർക്ക് മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യം. അതിനോടൊപ്പം ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇല്ല. നിങ്ങൾ സിമ്പിൾ സെൻറ്റൻസ് എഴുതിയാൽ മതി. കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക്, കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് പോകണ്ട. സിമ്പിൾ സെൻറ്റൻസിൽ എഴുതുക. അതിനോടൊപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒഴിവാക്കി ചെയ്യുക. അപ്പോൾ ഇതുവഴിയൊക്കെ ചെക്ക് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആവാനുള്ള ബേസിക് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഒരു ജഡ്ജിനെ അസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സ്റ്റഡി ചെയ്യാൻ, ഒരു ലെറ്റർ എഴുതാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ കഴിവ് ഉണ്ട് എന്ന് അവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഈ പരീക്ഷയിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ടൈം മാനേജ്മെൻറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റും. ബിക്കോസ് വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പരീക്ഷാ ക്രമമാണ് ഇതിനുള്ളത്. സാധാരണ PSC പരീക്ഷകൾക്കുള്ള ക്രമമല്ല. കാര്യം ഇത് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന പരീക്ഷകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ആ സീരിയസ്നെസ്സിൽ ഇത് അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വളരെ രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ആ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട് കേട്ടോ. സോ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാം. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ്. താങ്ക് യു.